ആണ്ട് തുമ്പി വന്നു പറക്കാന്. തുമ്പി ഇച്ചിരി നേരത്തെ പറക്കണ്ടേ? അറിഞ്ഞില്ല, ഒരിക്കലും അറിഞ്ഞില്ല. കുട്ടിയോടുപ്പ് ഇട്ടോണ്ടിരുന്നപ്പോ ഒരിക്കലും അറിഞ്ഞില്ല. ഒരു പിങ്ക് സാരി കിട്ടി അങ്ങോട്ട് തുടങ്ങി പോകുന്ന ആരാതെന്ന് അറിയണ്ട. മാവേല് മാവ് ഇതേ അവിടെ നിക്കുന്നു. ആ പ്ലാവിന്റെ അപ്പുറത്ത് മാവ് നിക്കുന്നു. അതിനെ പാടിക്കേ. ആള് പോയോ? ഇവിടെ ഉണ്ടല്ലോ. പാടി പാട്ട് കേട്ടോ. ചെറുക്കന് പെണ്ണിന്റെ വീട്ടിൽ നിന്നും നടയടി ബാക്കിയുണ്ട്. തുമ്പിന്നാണോ വിളിക്കുന്നത്? ആണോ? തുമ്പിയുടെ ആരാ? ഇതോ? അടിപൊളി. ഇപ്പഴും വിളിക്കും തുമ്പിന്ന്? ആണോ? അപ്പൊ തുമ്പി എങ്ങനെ പാവാണോ? അത്യാവശ്യമുള്ളു. എന്നിട്ട് അമ്മാവനൊക്കെ എവിടെ താമസിക്കുന്നത്? പേരമ്മയോ? ബാംഗ്ലൂര്. തുമ്പിയെ കെട്ടിച്ചു വിടുമ്പോ തുമ്പിയുടെ എന്താ പറയാനുള്ളത്? ഇത് തുമ്പിയുടെ ആരാ? ആ, നീ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയോ? എവിടെ? ആണോ? അതാ ഫേമസ് ആണ് പറ. എവിടാ കണ്ടത് ഞാൻ? ആ, മോടെ പേരെന്തുവാ? അത് ഞാനായിട്ട്. അച്ചു എന്ത് ചെയ്യുവാ? ആ, അച്ചു എന്താ വേറെ എന്താ പരിപാടി? ഹോബീസ്? ആക്ടിങ്ങോ അല്ലെങ്കിൽ ഡാൻസ്? എന്നാ പറ, ചിലപ്പോ കണ്ടിട്ട്. അതിലൊരു കല പറ. ചിലപ്പോ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ കല കാണാത്ത കൊണ്ട്. ആ, പിന്നെ റീൽസില് അടിപൊളിയാ. ആണ്ട് തുമ്പി വന്നു പറക്കാന്. തുമ്പി ഇച്ചിരി നേരത്തെ പറക്കണ്ടേ? ഫോട്ടോ കിട്ടിയോ? ഫോട്ടോ കിട്ടിയോ? ഏണ്ട് വീഡിയോ കിട്ടിയോ? വീഡിയോ കിട്ടിയോ? വീഡിയോ ഇപ്പം കിട്ടി, അയച്ചു കാണും. ഫോട്ടോ ഉള്ള വന്നിട്ട്. എന്നിട്ടാ ഇതോ മരുമോളോ? സത്യം പറഞ്ഞ അതെ അതെ അതെ, വേറൊന്നുമല്ല. സത്യം പറഞ്ഞാലേ ഞാൻ അവിടെ വന്നിറങ്ങി അപ്പുറത്തെ അവിടെ നിന്നിട്ട് ഒരു കുട്ടി ഇങ്ങനെ വരുന്നു. സത്യമായിട്ട് ഞാൻ ഇത് ചെയ്ത ഈ കൊച്ചുകുട്ടി അങ്ങനെ ചോദിച്ചേട്ടോ. സത്യമായിട്ട് കണ്ടില്ല, അറിഞ്ഞില്ല, ഒരിക്കലും അറിഞ്ഞില്ല. ഈ കുട്ടിയോടുപ്പ് ഇട്ടോണ്ടിരുന്നപ്പോ ഒരിക്കലും അറിഞ്ഞില്ല. എല്ലാരും ഞെട്ടിക്കുവാണല്ലോ. അവിടെയും ഞെട്ടിച്ചു വീട്ടിൽ. തുമ്പി നമുക്ക് അപ്പുറേക്ക് പോകാം, കുറച്ച് ഫോട്ടോ എടുത്താലോ? എത്ര പേരുണ്ട് ഇവിടെ? ഫ്രണ്ട്സായിട്ടും പിള്ളേരും ഒത്തിരി പേര്. എല്ലാവരും റെഡിയായി വരാൻ പറ, ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയി ഫോട്ടോ എടുത്ത് വരണം കേട്ടോ. വരുന്നില്ലേ? മഞ്ഞയിൽ ആറാടാം വാ. ടിക്ടോക്ക് ഇപ്പം ഇവിടെ ഇല്ലല്ലോ. റീൽസ് അല്ലേ? മാവേല് മാവ് ഇതേ അവിടെ നിൽക്കുന്നു. ആ പ്ലാവിന്റെ അപ്പുറത്ത് മാവ് നിൽക്കുന്നു. അത് കാണുന്നത് മാവ് കണ്ടേ? ഹായ് ഗൈസ്, മാവ് കണ്ടോണേ. അത് തെങ്ങല്ലേ? ഏത്? നിങ്ങളെ വീടിന്റെ ഫ്രണ്ട് നല്ല രസമാണല്ലോ. ഇങ്ങോട്ട് നീങ്ങുന്ന നല്ല രസമുണ്ട്. അടിപൊളി. ഇവിടെയാണോ നിങ്ങൾ ജനിച്ചു വളർന്ന്? ആണോ? വെറുതെ ഇരിക്കുമ്പോ ഈ തെങ്ങുന്തോപ്പില് ഇവരുടെ പേരൊക്കെ ഈ പേര് പറ. ഇനി പേരൊക്കെ വിളിക്കാമല്ലോ. ഇതേ ഒരു പേര് പറഞ്ഞു, ഞാൻ മറന്നുപോയി. ആ, മനസ്സിലായി. ഇത് മുത്ത്, ഇത് മുത്തു, അച്ചു. ഇതാരാ? ടെനിയുടെ സ്ഥലം എവിടാ? അടിപൊളി. ടെനിക്ക് എല്ലാം മഞ്ഞയല്ലേ? ടെനി ഡാൻസ് കളിക്കോ? ആ, ഇദ്ദേഹത്തിന്റെ പേര് അന്ന് പറഞ്ഞ ഡാൻസ് ഒക്കെ ഉണ്ടെന്ന്. അങ്ങോട്ട് വാ, കളിക്കാം വാ, അങ്ങോട്ട് വാ. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ? എപ്പം തുടങ്ങും? സമയം എന്നാലും 7 മണിക്ക്. ടെനി ഇങ്ങ് പാട്ട്. ഇനി അങ്ങോട്ട് നിൽക്കുക. ഇതിനകത്ത് ഞാനൊരു വ്ളോഗ് ചെയ്തോണ്ടിരിക്കുക, അന്നേരം തിരിഞ്ഞു നിൽക്കുക. അപ്പം ഹൽദി ഉണ്ട്. ഹൽദി എങ്ങനെയൊക്കെയാ പ്ലാനിങ്? ഇങ്ങനെ ആദ്യം എങ്ങനെയാണ്? ഇതിനൊരു എല്ലാവരും ഓർഡർ ആക്കിയിട്ടുണ്ടോ?
അതെല്ലാം അച്ചുവിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. അപ്പൊ അച്ഛനോട് ചോദിച്ചാൽ ഡീറ്റെയിൽ എല്ലാം അറിയാൻ പറ്റും. ഇനി 2 കയ്യിൽ മൊബൈൽ ഫോണും പിടിച്ച് ഫോട്ടോ എടുക്കുക. ഞാൻ സ്നാപ്പ് ഇട്ടില്ല, പിന്നെ അങ്ങനെ ഞങ്ങളെ കടത്തി വിട്ടുവോ? ഇത് തുമ്പിയുടെ ആരൊക്കെയാ? തുമ്പിയുടെ അമ്മാവൻ. അമ്മാവൻ. ഇത് തുമ്പിയുടെ അപ്പാപ്പൻ. അപ്പാപ്പൻ. പപ്പയുടെ അനിയൻ അല്ല? പപ്പയുടെ അല്ല, എന്റെ മോനെ. ആ, നിങ്ങൾ അപ്പനും മോനാണോ? ആ, അങ്ങനെ. എന്റെ അച്ഛന്റെ അനിയൻ. ബാംഗ്ലൂരിലാണോ? ആ, അതായത് നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ എല്ലാം പരിചയപ്പെട്ടു. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. ഇങ്ങോട്ട് വാളിയാ ചാട അവിടുന്ന്. എങ്ങനെയാ ഇന്നത്തെ ഷെഡ്യൂൾ ചെയ്യുന്നത്? 7 PM. ആ, ഓക്കെ. ഹൽദിയുടെ അച്ചാണോ കയ്യിരിക്കുന്നത്? എച്ചിനോട് ചേർന്നൊരു ഹാർട്ട് ഇരിപ്പുണ്ടല്ലേ? അച്ചു കണ്ടിട്ടുണ്ടോ എന്നെ? ആ, അടുത്തിടെ എങ്ങനെയാണ് ഫോളോ ചെയ്തത്? ഞാൻ അതിന് മുന്നേ സീൻസ് അച്ചു പൊളിയാടാ. അച്ചു പൊളി. പറ, കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നില്ല, മുഴുവൻ പറയണം. അടിപൊളി. അച്ഛന് വൈറലാവും. ഇന്ന് പൊളിക്കാൻ ഡാൻസ് കളിക്കണം. ആണോ? നശിപ്പിക്കണം നമ്മളെ. ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡ് ആണ്. അച്ഛൻ്റെ ഹസ്ബൻഡ് എവിടാ? അതെ. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് ഇപ്പൊ ഇന്നോട്? ഞങ്ങളുടെ ബാക്കി ടീംസ് വരുമ്പോ ഞെട്ടും. മൊത്തം ഇന്ന് ബാളമായിരിക്കും. അതെ, ചെറിയ ബാളൊന്നുമല്ല, വലിയ ബാളമായിരിക്കും. അടിപൊളി. അലമ്പിന് ഗോൾഡ് മെഡൽ കിട്ടിയ ഫാമിലി. അതെ, സ്പെല്ലിംഗ് തെറ്റിയൊന്നും ഡൗണ്ട്. ആ, എല്ലല്ലേ ആദ്യം ഇരിക്കുന്നേ. അല്ല, അവർക്ക് നാണം വരുന്നു. നമുക്ക് അവര് ഫോട്ടോ, പിള്ളേരെ എല്ലാരും വിളിക്കണേ, ബോയ്സിനെയൊക്കെ വിളിക്കണം കേട്ടോ. ആ, HALDI ഹൽദി. അപ്പം നമുക്ക് ഹൽദി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താലോ? ഒരു ഇൻട്രോ പറഞ്ഞു. ഹൽദി പൊളിക്കോ? നീ പൊളിക്കോടി? പൊളിക്കോ? പറ. അമ്മ പൊളിച്ചാൽ മതി, മോള് പൊളിക്കണ്ടെന്നായിരിക്കും അവള്. തുമ്പി ഇവരെ പരിചയപ്പെട്ടു. തുമ്പി പറയും ഇനി അത് പരിചയപ്പെട്ടില്ല. ഇത് മാമൻ. ഇത് മാമന്റെ ചെറിയ മോനാ. യാ, അത് ഇവിടെ ഒരാള് നിൽക്കുന്നു. താടി കോച്ച്. ആ, ഞങ്ങള് പരിചയപ്പെട്ടു. എന്നാ അച്ഛൻ തകർക്കാന്ന് പറയുന്നത്. വൈറലാകുന്നു. കുഴപ്പമില്ലല്ലോ, ആളുടെ സന്തോഷമല്ലേ. അച്ഛൻ ആളിനെ പരിചയപ്പെടുത്തിയില്ല. ഇവര് പരിചയപ്പെടാ? അടിപൊളി. 2 പേരും കൂടെ ചേർന്ന് നിന്ന് 4 പേരും കൂടെ. വെറൈറ്റി സാധനം കേട്ടോ. അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു. അവർക്ക് ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. എന്താ പരിപാടി? നിങ്ങൾക്ക് മഞ്ഞയില്ലേ മച്ചന്മാര്? ആ, ഓ, ഡാൻസ് ഒക്കെ ഉണ്ടാവല്ലോ. ഒരു മുണ്ടായിരുന്നല്ലേ? കുറച്ച് ഡാൻസ് അങ്ങോട്ട് കയറി കഴിഞ്ഞ് മുണ്ട് പിന്നെ നമുക്ക് വിടാമല്ലോ. മുണ്ടൊക്കെ മടക്കി കുത്തണ്ടേ? ഇതാരായിരുന്നു? എന്തോ ഈ പറയുന്നു? ആ, മന്ത്രിമാര് വന്ന് ഹായ് പറയുന്നതിനോട് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പച്ചിയുടെ പേരെന്തുവാ? എവിടെ സ്ഥലം? കുഴപ്പമില്ല, ധൈര്യമായിട്ട് പോകും. ഹൽദിക്ക് വരുന്ന പേര് ചോദിക്കണമെന്ന് പറഞ്ഞു. ആ, അതുകൊണ്ട് ചോദിച്ചാ. ഇത് അച്ചുവാ പറഞ്ഞു ചോദിക്കണമെന്ന്. ഞങ്ങളുണ്ട് ഇവരെല്ലാം ഈ ചേച്ചിനൊക്കെ പരിചയപ്പെട്ടു. ഒരു പിങ്ക് സാരി കിട്ടി അങ്ങോട്ട് പോകുന്ന ആരാതൊന്നും അറിയണ്ട. ഡാൻസ് കളിക്കും ഇവരുടെ ഇവിടെ. ഇവര് പഠിപ്പിക്കും, ചോദിച്ചാൽ മതി. കളിച്ചാ പിന്നെ നിങ്ങൾ എന്നെ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകണം. ഇതേ കൊറേ ഐറ്റം ഒക്കെ അവിടെ വന്നിട്ടില്ലല്ലോ. നോക്കിയേ, എന്തൊക്കെയോ തുമ്പി കരുത്തി ചാർത്തിട്ടുണ്ട്. അങ്കിളേന്ന്. ആ, ദേ ഇവിടെ വരുന്നവരെ പരിചയപ്പെടണമെന്ന് പറഞ്ഞു. പേരും അറിയാത്തവർക്ക് വേണ്ടി. ഈ വ്ളോഗിലെ താരം ചേച്ചിയായിരിക്കും കേട്ടോ. ചേച്ചിയുടെ പടം വെച്ച് ഞങ്ങൾ തമ്പുലയും തമ്പു വെക്കും. കുഴപ്പമില്ലല്ലോ. ആ, അതെ 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 അതെ. ആ പടം കണ്ടായിരിക്കുമല്ലോ ആ വിൻഡോ ഓപ്പൺ ചെയ്യണ്ടേ? അതെ അതെ, ക്ലിക്ക്.
എന്നിട്ട് പാടിക്കേ. ആള് പോയോ? ഇവിടെ ഉണ്ടല്ലോ. പാടി പാട്ട് കേട്ടോ. നമുക്കിത് അവസാനം പാടാം. ഈരടിച്ച് ഈ പാട്ട് വരത്തില്ല എന്തായാലും. ഡാൻസ് ചെയ്യാം. ആരും കുളവാക്കല്ല കേട്ടോ. ഇത് പരിചയപ്പെട്ടില്ലായിരുന്നു. അങ്ങനെ ഹൽദിക്കുള്ള എല്ലാ മധുര പലഹാരങ്ങളും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് പാട്ട് കറക്റ്റ് നിർത്തി തന്നില്ലേ? കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രൂമിന്റെ ബ്രദർ ഇവിടെ വരേണ്ടതാണ്. ചേട്ടൻ കൈവക്കി കാണിക്ക് വന്നെങ്കിൽ. അപ്പൊ സ്റ്റേജിൽ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്ക് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് കടക്കാം. ആദ്യം ബ്രൈഡ് ടു ബിയുടെ ടാഗ് ഇട്ട് കൊടുക്കുന്നതാണ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് കൊടുത്തോ. മൊത്തം കൺഫ്യൂഷൻ ആണ്. ഇട്ട് അടുത്ത ആളത് ഹഗ് ചെയ്താ. അതെ, ഓക്കെ. അവരങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ. ശരി. അടുത്തിരിക്കുന്ന അമ്മയും അച്ഛനെയും കൂടെ പരിഗണിക്കേണ്ടതാണ്. ശകലം വേണേ മുഖത്ത് കേൾക്കാം. തുമ്പി വിനിയുടെ മുഖത്ത് വേണേ ശാലം തേച്ചു കൊടുക്കാം. വിനയ്ക്ക് ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നു. തുമ്പി വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. പെൺപിള്ളേരുടെ മാനങ്ങളെ തേച്ചുവിട്. ചെറുക്കന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് മടയടി ബാക്കിയുണ്ട്. കേക്ക് നശിപ്പിക്കാതെ ഞങ്ങൾക്ക് പീസ് കൈമാറേണ്ടതാണ്. കേക്കിന് പകരം അവിടെ ഹൽദി സാധനം എടുത്തുകൊണ്ട് മുഖത്ത് തേക്കാൻ. കേക്ക് നശിപ്പിച്ചില്ല. ഇതിനകത്ത് ആർക്കെങ്കിലും ഡാൻസ് വല്ലതും ഒറ്റയ്ക്ക് കളിക്കണോ? പാട്ട് പാടണോ? ആർക്കാ ശരിക്കും പാടണോ? ഇത് മൈക്ക് കൊടുക്കാൻ ഒരു പാട്ട് പാടും. പാടുവോ? അതെ എല്ലാം.
ആർക്കോ 2 പേർക്ക് ഒഴിക്കുവാണോ? തകർക്കടാ, ചാമ്പിക്കോ ചാമ്പിക്കോ ചാമ്പിക്കോ. അളിയ എന്തോ സംഭവിക്കാൻ പോകുന്നത് പറ. കൊച്ചു കുട്ടികളൊക്കെ നോക്കി നിൽക്കുന്നു. എന്തോ സംഭവിച്ചു ഇവിടെ. കൈയടി അളിയാ, ചാമ്പളിയാ ചാമ്പളിയാ, ചാടളിയാ ചാടേ. നിങ്ങളത് പ്രോത്സാഹിപ്പിച്ചു കൊടുക്ക്. ചാട്ടം കണ്ടോണ്ടിരിക്കുകയാണോ? मेरे सपनों की रानी कब आएगी तू, आए हुकूमत खाने कब आएगी तू, ये रानी कब आएगी